പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയ ഒരു വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ കോട്ടക്കൽ റൂട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പൊന്മുണ്ടം ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളും വാർത്തകളുമൊക്കെയാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അവർകളുടെ മഹനീയ കരങ്ങളാൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെട്ട പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി കേന്ദ്രമായിട്ടുള്ള പൊന്മുണ്ടം മഹല്ല് ഏകദേശം 1960 വരെ മഹല്ലിൻ്റെ പൈതൃകവും സംശുദ്ധിയും സംസ്കാരവും പൂർവികരാൽ കാത്തുസൂക്ഷിച്ചു പോന്നിരുന്നു. 1961 മണ്ടയപ്പുറത്ത് ബാവുണ്ണി എന്ന ബാവുമൂപ്പൻ ആദ്യ മുത്തവല്ലിയായിട്ടാണ് പൊന്മുണ്ടം മഹല്ലിൽ മുത്തവല്ലി ഭരണം നിലവിൽ വരുന്നത്. തുടർന്ന് കൊച്ചുണ്ണി മൂപ്പനും പൂക്കാട്ടിൽ ഹൈദുർ ഹാജിയും പാലക്കത്തൊടി തറീക്കുട്ടി ഹാജിയും മണ്ടയപ്പുറത്ത് മുഹമ്മദുണ്ണി എന്ന ബാപ്പു മൂപ്പനും ഏറസുട്ടി മൂപ്പനിലുമെത്തി നിന്നു. ഇവിടം വരെ ഈ ജുമാ മസ്ജിദിൻ്റെ പ്രവർത്തനം വളരെ സുതാര്യമായ രീതിയിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോയി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഏറസുട്ടി മൂപ്പൻ്റെ മരണശേഷം ഇവിടെ ചില വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആധികാരിക വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ പള്ളിയും ഇതിൻ്റെ പരിസരവും ഇപ്പോഴുള്ള അതിൻ്റെ നടത്തിപ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അതായത് പൊന്മുണ്ടം പള്ളിയുടെ ഇപ്പോഴുള്ള ഏകദേശ ഒരു ആമുഖം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊന്മുണ്ടം പള്ളിയുടെ ഈ പ്രൗഢമായ രീതിയിലേക്ക് ഈ പള്ളിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി 1993-94 വർഷങ്ങളിലാണ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായ കാലഘട്ടത്തിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പള്ളികളിൽ ഒന്നായി ഇടം നേടാൻ പൊന്മുണ്ടം ജുമാ മസ്ജിദിന് സാധിച്ചു എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, സംഘടനാ ഭേദമന്യേ മഹലിലെ മുഴുവൻ നിവാസികളുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് പൊന്മുണ്ടം ജുമാ മസ്ജിദ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറസുട്ടി മൂപ്പൻ്റെ മരണശേഷം പിന്നീട് ഇവിടെ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന അപശബ്ദങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കാരണം ഈ മഹലിലെ ഒരുപക്ഷെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗം പറയുന്നു മുത്തവല്ലിയുടെ കീഴിൽ തന്നെ ഇനിയും പള്ളി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് വാദിക്കുമ്പോൾ മറുവിഭാഗം അത് സാധ്യമല്ല, അതിലൂടെ പള്ളിയും മദ്രസയുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരിയേറെ നഷ്ടങ്ങൾ നമ്മുടെ മഹലിന് കീഴിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്ന മറുവിഭാഗവും. ഇങ്ങനെ 2 വിഭാഗങ്ങളായി വ്യത്യസ്ത രീതിയിലുള്ള വാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ പള്ളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നൊക്കെ അറിയാൻ സാധിച്ചു. പൊന്മുണ്ടം ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിച്ചു പോരുന്ന മദ്രസ അങ്കണവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇവിടെ മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിപ്പറമ്പിൽ തങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് പള്ളിപ്പറമ്പിൽ ഭൂരിപക്ഷം ആളുകളും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്മുണ്ടം ബുഖാരി സാദാത്ത് മക്കാം എന്ന പേരിൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. മൺമറഞ്ഞു പോയ ആളുകളുടെ ഓർമ്മക്കായി അവരുടെ മക്കാമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ജുമാ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൊന്മുണ്ടം മഹല്ലഗാസി കുഞ്ഞുത്തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഈ റോഡിലൂടെ ആണ് അവിടുത്തെ ഇപ്പോഴുള്ള മഹല്ലഗാസിയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നാണ് ആ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രിയമുള്ളവരെ, എന്തായിരിക്കും ഇരുവിഭാഗത്തിനും പറയാനുള്ളത് എന്നുള്ള കാഴ്ചകളൊക്കെ അടുത്ത് വരുന്ന വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്കും സമ്മാനമായി നൽകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊന്മുണ്ടം ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓൾറെഡി കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥം എന്താണ്, ഇരുവിഭാഗത്തിനും എന്താണ് പറയാനുള്ളത്, എന്തുകൊണ്ട് കേസിന് പോയി, എന്തുകൊണ്ട് കേസിന് കൊടുത്ത മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യകാരണങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ ഗുഡ് ബൈ.